സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലാണ്ട് സാറിനൊരു ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനി കൂടെ ഉണ്ടല്ലോ. അതിലെന്താണ് ചെയ്യുന്നത്? അതെ, ഞങ്ങൾക്ക് ഒരു ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനി ഉണ്ട് ദുബായിലും. അതിൻ്റെ പേര് സ്പേസ് സ്മിത്ത് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് എന്നാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേര് സ്പേസ് സ്മിത്ത് റിയൽ എസ്റ്റേറ്റ് എന്നാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഭംഗിയായിട്ട് അത് പോകുന്നു. ഞങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേജറായിട്ട് നമ്മൾ റീറ്റെയിൽ, കൊമേഴ്ഷ്യൽ, ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ടേൺ കീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിങ്ങളൊരു ഷോപ്പ് റെൻറ്റിനെടുത്തു. അപ്പോൾ അത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഷെൽ ആൻഡ് കോറായിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള മാളിൽ കൂടെ പോകുമ്പം ഒരു ബാനറൊക്കെ വെച്ച് പലപ്പോഴും ഷോപ്പ് ഫ്രണ്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഷോപ്പിൻ്റെ പണി നടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഷെൽ ആൻഡ് കോറായിട്ട് കിട്ടുന്ന ഒരെണ്ണം നമ്മളതിൻ്റെ ഫ്ലോറിങ്, പെയിൻറ്റിങ്, അതിൻ്റെ ഫയർ, MEP തുടങ്ങിയ എല്ലാ വർക്കുകളും ചെയ്ത് അതിൻ്റെ ഫർണിഷിങ് അടക്കം കംപ്ലീറ്റ് ട്രാക്സ്, ബാക്കി എല്ലാ ഫർണിഷിങ്, ലൈറ്റിംഗ് എല്ലാം അടക്കം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ പെർമിറ്റ്സ്, അപ്രൂവൽസ് എല്ലാം ചെയ്ത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സ്പേസ് സ്മിത്ത് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഓഫീസ് ഇൻറ്റീരിയേഴ്സ്, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 2 പ്രോജക്ട്സ് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തത് 20,000, 30,000 സ്ക്വയർ ഫീറ്റ് വലിയ ഓഫീസസ് ടേൺ കീ ആയിട്ട് നമ്മൾ, അതായത് ഫുൾ ഫർണിഷിംഗ് അടക്കം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. മേജറായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, കൊമേഴ്ഷ്യൽ, അതുപോലെ തന്നെ ഓഫീസ്, റെസിഡൻഷ്യൽ ചെയ്യാറുണ്ട്. ഒരു കംപ്ലീറ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ടേൺ കീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻഷ്യൽ ഫിറ്റ് ഔട്ടും ചെയ്യാറുണ്ട്.